നമസ്കാരം. ഔർ TV 24/7 ഇന്ന് ഉള്ളത് അബുദാബിയിലാണ്. അബുദാബി സാംസ്കാരിക വേദിയുടെ ഇഫ്താർ വിരുന്നിലാണ്. അപ്പോൾ നമുക്ക് വർക്കിംഗ് പ്രസിഡൻ്റായ റോയ്സിൻ്റെ അടുത്തേക്ക് പോവാം. ചേട്ടാ നമസ്കാരം. ഈ ഇന്നത്തെ ഇഫ്താറിൽ എത്ര പേർക്കാണ് നമ്മൾ ഇവിടെ ഫുഡ് കൊടുക്കുന്നത്? ഞങ്ങൾ ഈ ക്യാമ്പിലുള്ളതും പിന്നെ ഇവിടെ അബുദാബിയിലെ സാംസ്കാരിക സംഘടനകളുടെയും പിന്നെ ISC, KSC, അബുദാബി മലയാളി സമാജം, ഇവിടെ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് 1200 പേർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും സാംസ്കാരിക വേദി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ? എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പം കഴിഞ്ഞ 15 വർഷത്തോളമായി ഞങ്ങൾ ഈ ഇഫ്താർ പാർട്ടി നടത്തുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ നടത്തുന്നതെല്ലാം ലേബർ ക്യാമ്പുകളിലാണ്. ഓക്കെ, വളരെ സന്തോഷം. മുജീബ് ഖാൻ നമസ്കാരം. എന്താണ് ഈ ഇതിനെക്കുറിച്ച് മുജീബിക്കയുടെ അഭിപ്രായം? നമ്മൾ ഇപ്പോഴ് ഒരു 15-20 വർഷമായിട്ട് ഇവിടെ അബുദാബിയിൽ സാമൂഹിക രീതിയിൽ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും 2-3 പ്രാവശ്യം ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇഫ്താർ നടത്തുന്നുണ്ട്. അത് അബുദാബിയിൽ നമ്മൾ മാത്രമാണ്, അബുദാബി സാംസ്കാരിക വേദി മാത്രമാണ് ഈ ലേബർ ക്യാമ്പിൽ ഇഫ്താർ നടത്തുന്നത്. 1200ഓളം പേർക്ക്. അതെ. അതുപോലെ തന്നെ സാംസ്കാരിക വേദി മറ്റൊരു അവാർഡോ ഉണ്ടല്ലോ, പത്മരാജ പുരസ്കാരം. അതെ അതെ, അത് എല്ലാ വർഷവും നടത്താറുണ്ട്. 4 വർഷത്തിലൊരിക്കലാണ് അത് നടത്തുന്നത്. പിന്നെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമായ ജവാന്മാരെ ആദരിക്കുക എന്നുള്ളത്. അത് ഇന്ത്യയിൽ നിന്ന് ഉള്ള ഇവിടെ വർക്ക് ചെയ്യുന്ന ജവാന്മാരെ എല്ലാ വർഷവും 30-35 പേര് നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു UAE ഒരേ ഒരു സംഘടന, അബുദാബി സാംസ്കാരിക വേദി മാത്രമാണ് അങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. സുരേഷേട്ടാ നമസ്കാരം. എന്താണ് അങ്ങയുടെ? നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 23 വർഷമായിട്ട് അബുദാബിയിലെ കലാ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് എടുത്തുകാട്ടാൻ പറ്റുന്ന ഒരു മുഖമാണ് അബുദാബി സാംസ്കാരിക വേദി. നമ്മൾ കഴിഞ്ഞ 23 വർഷമായിട്ട് അബുദാബിയിലെ ഈ മലയാളി സമൂഹത്തിനിടയിലുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളുമായി, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് രക്തദാന പരിപാടി, റെഡ് ക്രസൻറ്റിന് വസ്ത്രം നൽകൽ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ ക്യാമ്പുകളിൽ ഇഫ്താർ, ഇത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. നമ്മൾ എല്ലാ വർഷവും കഴിഞ്ഞ 15 വർഷമായി ഏകദേശം 1500ഓളം ആൾക്ക് ക്യാമ്പുകളിൽ നമ്മൾ അവരോടൊന്നിച്ച്, അതായത് വ്യത്യസ്ത രാജ്യങ്ങളിലെ ആൾക്കാരാണ് ഈ ഇഫ്താറിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാരല്ല, പല പാകിസ്ഥാനികളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർ. അപ്പോൾ അവരോടൊക്കെ ഒരു കുടുംബം, നമ്മൾ സാംസ്കാരിക വേദിയിലൊരു കുടുംബം അവരോടൊന്നിച്ച് ഇഫ്താർ കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം വളരെ അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണ്. അവർ ഇഫ്താറുകളൊക്കെ അല്ലെങ്കിൽ നാട്ടിൽ പോയ സമയത്തായിരിക്കും അവർ കുടുംബങ്ങളോട് തീർത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാംസ്കാരിക വേദിയിലെ മുഴുവൻ ആളുകളും ലേഡീസും ബാക്കി എല്ലാ അംഗങ്ങളും ഒന്നിച്ച് വന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിനമാണ് ഇന്നത്തേത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സാംസ്കാരിക വേദി. ഓക്കെ, താങ്ക് യു. ശ്രീജിത്തിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ ഈ ഒരു ഇഫ്താർ മീറ്റ് എന്ന് പറയുന്നത് അബുദാബി സാംസ്കാരിക വേദിയുടെ തികച്ചും നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാനിപ്പോൾ വർക്കിംഗ് പ്രസിഡന്റും പിന്നെ പാർട്ട്ണറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ 1200 കൂടുതൽ ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കൂടെ പങ്കെടുപ്പിക്കുന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ പ്രവർത്തകരൊക്കെ ഇതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ പുറകിൽ തന്നെയാണ്. ഇതിനു വേണ്ട തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് വേണ്ട അത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ലേബേഴ്സിനെയും കൂടി, അതായത് നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ എല്ലാ ഇടയിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റമദാൻ്റെ ഒരു സന്ദേശം കൂടി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മൾ അതുകൊണ്ട് പ്രാപ്തമാണ്. ഓക്കെ, താങ്ക് യു. സാംസ്കാരികത്തിൻ്റെ സെക്രട്ടറിയാണ്. നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒട്ടേറെ പരിപാടികളാണ് ഏറ്റെടുക്കുന്നത്. ഇഫ്താർ ലേബർ ക്യാമ്പുകളിൽ നടത്തുക, വർക്കിംഗ് വിത്ത് സൈഡ് ലൈൻഡായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം നടക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ അതുപോലെ ജവാന്മാരെ ആദരിക്കൽ ചടങ്ങുകൾ നടത്താറുണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ ഈ ഒരു സംഘടന മാത്രമായിരിക്കും നമ്മുടെ ഇന്ത്യൻ ജവാന്മാരെ ആദരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ എയ്ഡ്, നാട്ടിൽ പിന്നെ കിടപ്പ് രോഗികൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്. ഏതായാലും സാംസ്കാരിക വേദിക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ, ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും.
സാംസ്കാരിക വേദി അബുദാബിയുടെ ഇഫ്താർ സംഗമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇഫ്താർ സംഗമത്തിൽ ഇന്ത്യൻ എംബസി അബുദാബിയുടെ ഫസ്റ്റ് സെക്രട്ടറി മിസ്റ്റർ ജോർജ് കമ്മ്യൂണിറ്റി അഫേഴ്സ് ആണ്. അദ്ദേഹം ആശംസകൾ നേർന്നു. അബുദാബി മലയാളി സമാജം വൈസ് പ്രസിഡന്റ് TA നാസിർ, അബുദാബി മലയാളി സമാജം ജനറൽ സെക്രട്ടറിയും സാംസ്കാരിക വേദിയുടെ പാട്രണും കൂടിയായ TV സുരേഷ് കുമാർ, KSC ജനറൽ സെക്രട്ടറി മിസ്റ്റർ നൌഷാദ് യൂസഫ്, ഇൻകാസ് അബുദാബി പ്രസിഡന്റ് മിസ്റ്റർ AM അൻസാർ, പ്രൈം ലാൻഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO മിസ്റ്റർ ഷാനവാസ് മാധവൻ, അബുദാബി സാംസ്കാരിക വേദി ചീഫ് പാട്രൺ മിസ്റ്റർ അനൂപ് നമ്പ്യാർ എന്നിവർ ആശംസകൾ നേർന്നു.